ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു റെഡ്യൂസ് മൈഗ്രെയിൻ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം പോലും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ വന്നാൽ പല രീതിക്കാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഈ മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു അസ്വസ്ഥതയും ആ ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്കിന്ന് മൈഗ്രെയിൻ വരും എന്നുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ തരും. അതോടൊപ്പം തന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് തല കറങ്ങാറുണ്ട്. ചിലപ്പോൾ രാവിലെ എനിക്ക് ഒട്ടും തന്നെ എഴുന്നേക്കാൻ പറ്റില്ല, ഭയങ്കര പെയിൻ ആയിരിക്കും. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഈ ഒരു സൈഡിലായിരിക്കും ഭയങ്കരമായിട്ട് വെട്ടിപ്പൊളിക്കുന്ന പോലത്തെ വേദനയായിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ ഒരു 4 hours വരെ നീണ്ടു നിൽക്കും. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴുള്ളായിരിക്കും നമുക്ക് പതിയെ പോലും ഒന്ന് തല പൊങ്ങി വരാൻ പറ്റുള്ളായിരിക്കും. പിന്നെ നമുക്ക് മൈഗ്രെയിനിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ വേ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ചില ഡേയ്സിൽ ഉറങ്ങിയാൽ പോലും നമുക്ക് മൈഗ്രെയിൻ മാറി കിട്ടണം എന്നില്ല കേട്ടോ. അപ്പം എത്ര ദിവസം വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നീണ്ടു നിൽക്കും എന്ന് നോക്കുകയാണെങ്കിൽ സത്യം പറയാമല്ലോ, എനിക്ക് ഒരു 72 hours വരെ ത്രൂ ഔട്ട് മൈഗ്രെയിൻ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു രീതിക്കും എനിക്ക് കുറവില്ലാണ്ട് അങ്ങനെയൊക്കെ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ നമുക്ക് കുറച്ച് അതായത് സ്റ്റെപ്സൊക്കെ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ട്രിഗറാണ് കേട്ടോ, മൈഗ്രെയിൻ്റെ ഒരു കോമൺ ട്രിഗറാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ പാടില്ല. അതായത് എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് നന്നായിട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയും എന്താ പറയുക, പഴയതുപോലെ തന്നെ മൈഗ്രെയിൻ എനിക്ക് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മൈഗ്രെയിന് ജസ്റ്റ് ഹൈഡ്രേഷൻ മാത്രമല്ല, മേ ബി ചിലപ്പോൾ നമ്മളിപ്പം കറക്റ്റ് ടൈമിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ വേയിൽ നമ്മൾ ഫുഡ് എടുത്തില്ലെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് മൈഗ്രെയിൻസ് വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം വേണം. അതില്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് കാരണം മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാരണങ്ങളുണ്ടാകും. മേ ബി ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും നമുക്ക് സമാധാനം തരാത്തത്. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത്, അതായത് സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഘടകമാണ്. അത് മൈഗ്രെയിൻ എന്നല്ല, ഒട്ടുമിക്ക അസുഖം വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ടെൻഷൻ, സ്ട്രെസ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസം, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു എ കോമൺ ട്രിഗർ ഫോർ മൈഗ്രെയിൻസ് എന്ന്. അതേപോലെ തന്നെ നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി അപ്ലൈ കോൾഡ് കംപ്രസ് കേട്ടോ. അപ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നെ നമ്മൾ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ മേ ബി ചിലപ്പം നമുക്ക് മൈഗ്രെയിൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക മൈഗ്രെയിൻ ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ഫുഡ് ഐറ്റംസ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, എസ്പെഷ്യലി ചോക്ലേറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മൈഗ്രെയിൻസ് വരാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഒരു ഫ്രൂട്ട് പറയുകയാണെങ്കിൽ അവക്കാഡോ കഴിച്ചാൽ മൈഗ്രെയിൻ വരും കേട്ടോ. പല ആൾക്കാരിലും പല തരത്തിലായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് തലകറക്കം വരും. ചില സമയത്ത് എനിക്ക് തല പൊട്ടിപ്പൊളിക്കുന്ന പോലത്തെ ആ ഒരു തലവേദനയായിരിക്കും. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും എനിക്കൊന്ന് കുറച്ചൊരു റിലീഫൊക്കെ കിട്ടുന്നത്. ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുമ്പം ഇത് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തലവേദന എടുക്കുന്ന സമയത്ത് നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായിരിക്കും. അടുത്ത് നമുക്ക് കുറച്ച് വേസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജിഞ്ചർ ടീ കുടിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതായത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ തലവേദന എന്ന് വെച്ചാൽ നോർമൽ തലവേദനയായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു തലവേദനയാണ്. അത് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മൈഗ്രെയിൻസ് ഉള്ള ആൾക്കാർക്കുള്ള ആ ഒരു തലവേദനയുടെ ആ വേസ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ കോമൺ ആൾക്കാർ നോക്കുമ്പോൾ തലവേദന മൈഗ്രെയിൻ ആ ഒരു രീതിക്കായിരിക്കും അവർ തള്ളിക്കളയുക. പക്ഷെ അവർക്കറിയില്ല ഇതിൻ്റെ എന്തുമാത്രം ബുദ്ധിമുട്ട് ഈ മൈഗ്രെയിൻ കൊണ്ടിട്ട് ഇവർ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മേ ബി നോർമലി കാണുന്ന ആൾക്കാർ എന്തൊട്ട് റെസ്റ്റ് എടുക്കാൻ, എന്തൊട്ട് എഴുന്നേറ്റ് നടക്കാതിരിക്കുന്ന, അങ്ങനെയൊക്കെ പല കംപ്ലയിൻറ്റ്സ് വരാം. പക്ഷെ നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് വയ്യായ്മ വന്നാൽ നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കണം. അതിന് ആരെന്തൊക്കെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളത് നെവർ മൈൻഡിൽ നിന്ന് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ബോഡിക്കും നിങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മേ ബി ചിലപ്പം
ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് പല രീതിക്കും പലതും പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ചുറ്റും നല്ല ആൾക്കാരൊന്നും അല്ലല്ലോ. നെഗറ്റീവായിട്ടുള്ള പല ആൾക്കാരുണ്ട്. കുറ്റം മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. വളഞ്ഞു ചുറ്റി ന്യായീകരിച്ച് മൊത്തത്തിൽ നമ്മളെ പ്രശ്നക്കാരാക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്തൊന്നും നമ്മൾ പറഞ്ഞ് നേടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇങ്ങനെ മൈഗ്രെയിൻസ്, ഹെഡേക്സ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടുകയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക. എസ്പെഷ്യലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈവൻ നമ്മുടെ ഉമ്മമാർക്കൊക്കെയാണ് ഇങ്ങനെ പ്രോബ്ലം എങ്കിൽ അവർ മക്കളുടെ കാര്യം ബാക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവരവരുടെ വേദനകൾ മൈൻഡ് ചെയ്യല. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മൈഗ്രെയിൻസ് എങ്ങനെ റിലീഫ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ബ്രൈറ്റ് ലൈറ്റിൽ നിന്നൊക്കെ ഒന്ന് എവേ ആയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അമിതമായ നോയ്സ്, ഈ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് മൈഗ്രെയിൻ വരാൻ കാരണമാകും കേട്ടോ. പിന്നെ നമ്മൾ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. വെയിലൊക്കെ കൊള്ളുമ്പം എനിക്ക് ശരിക്കും മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കാതിരിക്കുമ്പം അങ്ങനെയൊക്കെ എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ സ്ട്രെസ്സ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ കാരണം എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന മൈഗ്രെയിൻ വരുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഇതിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ കുറേ ചിന്തിക്കുമല്ലോ, ഓവർ തിങ്കിങ്ങും ഒക്കെ വരുമ്പം ഈ മൈഗ്രെയിൻ്റെ ആ ഒരു ആഘാതം എന്ന് പറയുന്നത് അത് കൂടിക്കൂടി വരുന്ന അല്ലാണ്ട് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് കണ്ടിന്യൂസ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്ക് മൈഗ്രെയിൻ ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നോയ്സൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് മൈഗ്രെയിൻ വരുമ്പോൾ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഡോറൊക്കെ അടച്ചിട്ട്, ഞാൻ എങ്ങനെയാണ് കേട്ടോ, പിന്നെ ഞാൻ ഷോളൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടർക്കിയോ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ കിട്ടുന്നത് വെച്ചിട്ട് ഇങ്ങനെ തലയും കണ്ണും ഇതൊക്കെ കറക്റ്റായിട്ട് ചുറ്റി കിടക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിപ്പം അറിയാവുന്നവർക്കറിയാം, പക്ഷെ അല്ലാത്തവർക്ക് അതിനെക്കുറിച്ചിട്ട് എത്രമാത്രം അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൈഗ്രെയിൻ വരുമ്പം നമുക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്. പിന്നെ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഉറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മാസത്തിൽ നമുക്ക് 2ൽ കൂടുതലൊക്കെയാണ് മൈഗ്രെയിൻസ് അല്ലെങ്കിൽ 3 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് മൈഗ്രെയിൻസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, മൈഗ്രെയിൻസ് ഉള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി കേട്ടോ. നോർമലി സ്ട്രോക്ക് ആൾക്കാർക്ക് മേ ബി പല ഇഷ്യൂസൊക്കെ കൊണ്ടിട്ട് വരും. പക്ഷേ മൈഗ്രെയിൻസ് ഉള്ള ആൾക്കാർക്ക് മറ്റാൾക്കാർ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണെന്നാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് അത് ആ ഒരു നോട്ട്സും കാര്യങ്ങളും ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അതുകൊണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര ടെൻഷനായി കേട്ടോ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, മൈഗ്രെയിൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആലോചനയൊക്കെ വരും കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസിൽ നമുക്ക് നട്ട്സ്, ലീഫി ഗ്രീൻസ്, സ്പിനാച്ച്, പിന്നെ പംകിൻ സീഡ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ നമുക്ക് കുറച്ചൊരു റിലീഫ് കിട്ടും എന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും. വെള്ളം കുടിച്ചാൽ കറക്റ്റാണ് കേട്ടോ. ആ ഒരു അനുഭവം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിലും ടെൻഷൻ ഒഴിവാക്കണം. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് സ്ട്രെസ്സും ടെൻഷനും വരുമ്പോഴാണ് ഈ മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരാറുള്ളത്. പിന്നെ ചിലരുടെ കേസിൽ നമുക്കിപ്പം പീരിയഡ്സ് ഒക്കെ തീരുന്നതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് മൈഗ്രെയിൻസ് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മൈഗ്രെയിൻസ് എത്ര നാൾ വരെ എന്ന് വെച്ചാൽ 4 hours to 72 hours വരെ നീണ്ടു നിൽക്കും കേട്ടോ. നമുക്ക് ചില കണ്ടിന്യൂസ്ലി ദിവസങ്ങളോളം നമുക്കിങ്ങനെ മൈഗ്രെയിൻസ് ആ ഒരു വേദന ഒരു കുറവും ഇല്ലാണ്ട് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് ത്രൂ ഔട്ട് തലവേദനയായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ചെയ്യേണ്ട റുട്ടീൻ പോലും നമുക്ക് തടസ്സപ്പെടും. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ കണ്ടിന്യൂസ്ലി, അതായത് ഒരു 3-4 ദിവസം എനിക്ക് മൈഗ്രെയിൻ ത്രൂ ഔട്ട്. ഞാൻ ഓഫീസിൽ പോകും, ഒരു 12 മണി 12:30 ആകുമ്പോൾ ഹാഫ് ഡേ ലീവ് അടിച്ചിട്ട് സ്ഥിരം വീട്ടിലേക്ക് വരിക. ഇത് തന്നെയായിരുന്നു പരിപാടി. ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ടെൻഷൻ, സ്ട്രെസ്സ് കുറേയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചൊരു പുതിയൊരു ഓഫീസ്, അവിടുത്തെ വർക്ക്സ് പ്രഷർ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ ആലോചിച്ച് ഒരു പേടി, ഒരു പുറത്ത് പറയാനും പറ്റില്ല, നമുക്കൊരു പേടി, അങ്ങനത്തെ കുറേ കാര്യങ്ങളും. പിന്നെ ബാങ്കിങ് ഫേം ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഡേറ്റാസും ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പ്രോബ്ലംസ് അല്ല, അത് നമ്മുടെ വർക്കിൻ്റെ റുട്ടീൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന കുറച്ച് സ്ട്രെസ്സസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായതായിട്ട് എനിക്ക് അറിയാൻ പറ്റും, ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോഴും എനിക്ക് കണ്ടിന്യൂസ്ലി മൈഗ്രെയിൻ വരാറുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റെസ്റ്റ് എടുക്കുക. പിന്നെ ഫുഡ് എനിക്ക് മൈഗ്രെയിൻ ഉള്ള സമയത്ത് നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് എടുത്തു പോകാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ വെള്ളം പോലും ഞാനിപ്പം കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല രീതിക്ക് കൊണ്ടുവന്നാൽ കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ മൈഗ്രെയിൻ കൊണ്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അതെനിക്കും യൂസ്ഫുൾ ആവും, ഓൾറെഡി മൈഗ്രെയിൻ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.